ഒരു മിനിറ്റ് ആദ്യമേ വാഗ്ദാനം ചെയ്യട്ടെ, ഞാൻ അവിരാമമായി സംസാരിക്കുന്നില്ല എന്ന്. ഇവിടെ ആരെയാണ് ഞാൻ ആദ്യമായി സംബോധന ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ട് മാത്രം ഞാൻ സംബോധനകൾ ഒഴിവാക്കുകയാണ്. എൻ്റെ സ്നേഹിതർ, എന്നെ വായിച്ചവർ, എന്നോടൊപ്പം പ്രവർത്തിച്ചവർ, എന്നെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഞാൻ എഴുതിയ ഒരു ശകലം കാണാനിടയായവർ, അതോടൊപ്പം ഈ പുസ്തകത്തിൻ്റെ പ്രസാധനത്തിൽ പല രീതികളിൽ പങ്കാളികളായവർ, എൻ്റെ പിറകെ വന്ന് കഴിഞ്ഞ കവികൾ, വരാനിരിക്കുന്ന കവികൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിൽ എത്രയും പ്രിയങ്കരായ ഇവരിൽ ആരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക പ്രയാസമാണ് എന്ന് തോന്നുന്നു. അത്രയേറെ പ്രിയമുള്ളവരാണ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നവരും അവരുടെ ഏറെ വാത്സല്യം നിറഞ്ഞ മുഖങ്ങൾ. ഈ ആത്മകഥയെക്കുറിച്ച് അതിനെ അങ്ങനെ വിളിക്കാമെങ്കിൽ അതിന് വളരെ നല്ലൊരു പേര് നൽകിയത് ഗൗരി, ഞാൻ വിളിക്കുന്ന ഗൗരിദാസൻ നായരാണ്. ആത്മാഖ്യാനങ്ങൾ. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മകഥ എഴുതുക എന്നത് മിക്കവാറും അസാധ്യമായ ഒരു കാര്യമാണ്. എന്നെപ്പോലെ ഏതാണ്ട് 80 വർഷം ഭൂമിയിൽ ജീവിക്കാൻ ഇടവന്ന ഒരാളുടേതാകുമ്പോൾ വിശേഷിച്ചും. അതുകൊണ്ട് എൻ്റെ കഥ മുഴുവൻ ജനനം മുതൽ ഏതാണ്ട് മരണം വരെ പറയാനുള്ള ശ്രമമൊന്നും ഞാനിവിടെ നടത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ വരുമ്പോൾ ഉണ്ടായ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം 3 രോഗങ്ങൾ ക്യൂ നിന്ന് ഒന്നൊന്നായി പ്രത്യക്ഷപ്പെട്ട ഒരു വർഷത്തിൽ നിന്ന് ഈ പുതിയ വർഷത്തിലെത്തി നിൽക്കുമ്പോൾ കുറേ ആളുകൾ എൻ്റെ കവിത വായിക്കുകയും അതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നല്ലതുപോലും പറയുകയും ചെയ്യുന്നു എന്നത് ആണ്. ആ തരത്തിൽ ഈ പ്രസാധകരോട് എനിക്ക് ഏറ്റവും വലിയ കൃതജ്ഞതയുള്ളത് ഈ പുസ്തകം പ്രകാശിപ്പിച്ചതിനേക്കാളേറെ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചതിനാണ്. അത് ഇരുട്ടിൻ്റെ വക്കിൽ നിന്ന് പതുക്കെ തിരിച്ചു വരുന്നത് പോലുള്ളൊരു തോന്നൽ എനിക്ക് നൽകിയതിനാണ്. ഇതൊരു പക്ഷേ എൻ്റെ ആദ്യത്തെ ആത്മകഥയല്ല. നമുക്കറിയാം, മലയാളത്തിൽ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ പല ആത്മകഥകളും എഴുതിയിട്ടുണ്ട്. അത് അസ്വാഭാവികമല്ല എന്നും എനിക്ക് തോന്നുന്നു. കാരണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്വന്തം ജീവിതത്തിൻ്റെ ഭൂതകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ചിത്രങ്ങൾ വ്യത്യസ്തമായിരിക്കാം. കാരണം വർത്തമാനത്തിൽ ഓരോ നിമിഷത്തിലും നാം ഭൂതകാലത്തെ വീണ്ടും വീണ്ടും പുതിയ പുതിയ രീതികളിൽ കാണുകയും അതിൽ നിന്ന് പഠിക്കുകയും അതിനെ വെറുക്കുകയും അതിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തരത്തിലാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യനിർഭരമായ നൈരന്തര്യം നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയാം.
ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞത് ഇവിടെ എന്ത് സംസാരിക്കും എന്നറിയാതിരുന്നപ്പോൾ എൻ്റെ പഴയ കവിതകൾ തപ്പി നോക്കിയപ്പോൾ 45 വർഷം മുമ്പ്, എന്നെ സംബന്ധിച്ച് വളരെ അടുത്താണത്, എഴുതിയ ഒരു കവിത ഞാൻ കാണാനിടയായതാണ്. അതിൻ്റെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ഇതിലെ കുറിപ്പുകൾ എന്ന് ഞാൻ വിളിക്കുന്ന അധ്യായങ്ങൾ എഴുതുമ്പോൾ ആ കവിതയെക്കുറിച്ച് എനിക്ക് ഏറെയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരു പ്രായത്തിലാണ് ഞാൻ, ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ പോലും എന്ന് പറയാം. എന്നാൽ ആ കവിത ഈ പ്രസാധന സന്ദർഭത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നു. അത് ദീർഘമല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയധികം കവിതകൾ ഇവിടെ വായിക്കാമെങ്കിൽ അതുകൂടി വായിച്ചുകൂടാ എന്നെനിക്ക് തോന്നുകയും ചെയ്തു. ഇവിടെ വായിച്ച ഓരോ കവിതയെക്കുറിച്ചും എനിക്ക് പറയാനുണ്ട്. ഓരോ കവിതയ്ക്കും പിറകിലുള്ള കഥയെക്കുറിച്ച്. ആണ്ടാൾ എന്ന കവിത ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കുന്നത് സുഗതകുമാരിയെയാണ്. സുഗതകുമാരി ഡൽഹി, ഞങ്ങൾ നിരന്തരമായിട്ട്, ഞങ്ങളെ അറിയുന്നവർക്കറിയാം, ഞാനും എൻ്റെ പങ്കാളിയും തിരുവനന്തപുരത്ത് പോയാൽ ആദ്യം പോകുന്നത് സുഗതകുമാരിയുടെ വീട്ടിലായിരുന്നു എല്ലാ കാലത്തും, അവർ മരിക്കുന്നത് വരെ. അതുപോലെ സുഗതകുമാരി ഡൽഹിയിൽ വന്നാൽ ആദ്യം വരുന്ന ഒരു ഓഫീസ്, ഞാൻ ജോലി ചെയ്തിരുന്ന, ഞാൻ ഓഫീസിലുള്ളിടത്തോളം കാലം ഓഫീസായിരുന്നു. അങ്ങനെ ഒരു ഓഫീസിൽ വന്നപ്പോൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയുടെ രൂപത്തിലാണ്. കയ്യെഴുത്ത് പ്രതി എന്ന് പറയുന്നത് മനസ്സിലാകുന്ന ആളുകളാണ് എല്ലാവരും എന്ന പ്രായം കൊണ്ട് എനിക്ക് തോന്നുന്നു. കാരണം കയ്യെഴുത്ത് പ്രതികൾ, അതിനെക്കുറിച്ച് എൻ്റെ ഒരു കവിതയുണ്ട്, കയ്യെഴുത്ത് പ്രതികളെ കുറിച്ച്. കയ്യെഴുത്ത് പ്രതിയായിട്ടാണ്, കാരണം അന്ന് PC വന്നിട്ടില്ല. ഞാൻ ആദ്യം വലിയ പെട്ടി പോലുള്ള വലിയ കമ്പ്യൂട്ടറിൽ എഴുതി തുടങ്ങുകയും പിന്നെ ലാപ്ടോപ്പിലേക്കും ടാബ്ലറ്റിലേക്കും മാറുകയും ചെയ്ത ഒരാളാണ്. കവിത ഇപ്പോഴും ആദ്യത്തെ രൂപം കൈകൊണ്ട് എഴുതുന്ന ഒരാളാണെങ്കിലും അതിനുശേഷം ഞാനത് വെട്ടിത്തിരുത്തി പകർത്തുകയും പിന്നീടുള്ള മാറ്റങ്ങളെല്ലാം ലാപ്ടോപ്പിലും മറ്റും ചെയ്യുകയുമാണ്. എൻ്റെ ഒരു രീതി അതാണ്, അത് സ്വാഭാവികവുമാണ്, ഇക്കാലത്ത് താരതമ്യേന അനായാസവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകം കണ്ടാൽ തന്നെ അറിയാം ഇതിന് എത്ര പ്രായമുണ്ട് ഈ കവിതയ്ക്കും എന്ന്. ഇത് പ്രസിദ്ധീകരിച്ചത് വെള്ളാക്കൽ ബുക്സ് എന്ന് നിങ്ങൾ ആരും കേൾക്കാനിടയില്ലാത്ത ഒരു പ്രസാധകനാണ്. വേനൽ മഴ എന്ന പുസ്തകത്തിലാണ് ഇത്. ആ കവിത നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചു വന്നത്. ഞാനത് ഒരു പ്രത്യേക കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടുകൂടി പറഞ്ഞതാണ്. എൻ്റെ ആദ്യ പുസ്തകങ്ങൾ മിക്കവാറും എല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ നമ്മൾ ലിറ്റിൽ പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന ചെറിയ പ്രസാധകരാണ്. പലരും എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടി തന്നെ തകർന്നു പോയി, പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല. ചിലർ വീണ്ടും 4 or 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ആ പ്രസിദ്ധീകരണങ്ങൾ തന്നെ പൂട്ടിപ്പോയി. അങ്ങനെയുള്ള പുതിയ പ്രസാധനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ, പ്രസാധന ഗൃഹങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെയും അവയെ പൂട്ടിക്കുന്നതിൻ്റെയുമായ ഒരു അധ്യായം കൂടി ഒരു വസതിലുണ്ട് ഈ ആത്മകഥയിൽ. ഈ ചെറിയ മാസികകളും ചെറിയ പ്രസിദ്ധീകരണ ഗൃഹങ്ങളുമായുള്ള എൻ്റെ നിരന്തരവും ദീർഘവുമായ ബന്ധത്തെക്കുറിച്ചുള്ളൊരു അധ്യായം തന്നെ ഇതിൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മകഥ എന്ന കവിത വായിക്കാൻ, ഞാൻ ആത്മകഥയിലേക്ക് കടക്കാതിരിക്കാനുള്ളൊരു മാർഗം എന്ന നിലയ്ക്കാണ്, അപ്പോൾ അതിലടയ്ക്കാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നത്. ആത്മകഥ, ഇതിൽ ആത്മകഥയുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ പുസ്തകത്തിൽ ആത്മകഥയുണ്ടോയെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ്. ഒരുപക്ഷെ ഒന്നും കണ്ടില്ലെന്നും വരാം. ആത്മകഥ. കാട്ടുമയിലുകളുടെ പുറത്ത് ഞാൻ വനഗർഭത്തിലേക്ക് സവാരി ചെയ്തു. വസന്തം
വന്നുപോയ തലമുറകളുടെ സ്വപ്നങ്ങളാണ് എന്ന് ഞാൻ പഠിച്ചു. ജലകന്യകമാർ എന്നെ സമുദ്രങ്ങളുടെ ആത്മാവിലെത്തിച്ചു. പവിഴങ്ങൾ മരിച്ചുപോയ കുട്ടികളുടെ കണ്ണുകളാണ് എന്ന് ഞാൻ പഠിച്ചു. ഗരുഡന്മാർ എന്നെ ആകാശത്തിൻ്റെ ഹൃദയത്തിലേക്ക് വഹിച്ചു. മഴവില്ലുകൾ യുവവിധവകളുടെ കണ്ണീരാണെന്ന് ഞാൻ പഠിച്ചു. കടലിരണ്ടകളിൽ നിന്ന് ഞാൻ ഉന്നം ശീലിച്ചു. കാക്കകൾ പച്ചയും പഴുത്തതും തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചു. വെളിച്ചം നോക്കി വളരാൻ മരങ്ങൾ എന്നെ ഉപദേശിച്ചു. ഇരുട്ടിലും എനിക്ക് കാഴ്ചയുണ്ട് പൂച്ചയെപ്പോലെ. മുളങ്കൂട്ടങ്ങൾ കരയുന്നത് മുട്ടകൾ പൊട്ടിപ്പോയ കിളികൾക്ക് വേണ്ടിയാണ് എന്നെനിക്കറിയാം. ചെമ്പരത്തി ചുവന്നിരിക്കുന്നത് ഭൂമിക്കടിയിലുള്ളവരുടെ കോപം കൊണ്ടാണ് എന്നും. ജീവനുള്ള ഈറ്റപ്പുല്ലുകളെ ഞാൻ പ്രണയഗാനം പാടി നൃത്തം ചെയ്യിച്ചിട്ടുണ്ട്. മരിച്ചുപോയ തെരുവുകളെ സ്വാതന്ത്ര്യഗാനം കൊണ്ട് ഉയിർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കടലോരത്തെ വിജനതയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുക എനിക്കിഷ്ടമാണ്. ഉത്സവപ്പറമ്പിലെ പുരുഷാരത്തിൽ മനുഷ്യർക്കിടയിൽ ഒഴുക്കപ്പെടുക എനിക്കിഷ്ടമാണ്. ആദ്യത്തെ മഴയിൽ കുതിർന്ന പുതുമണ്ണ് കിളച്ച് മറിച്ച് വിത്തിടുക എനിക്കിഷ്ടമാണ്. കറുത്ത പൂക്കളുമായി ഉണങ്ങിയ മരങ്ങൾ പോലെ നിൽക്കുന്ന സംശയാലുക്കളോട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, കരുണ കിട്ടാത്ത മനുഷ്യരുടെ കൂടെ. ദാഹിക്കുന്ന പുല്ലുകളുടെയും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെയും കൂടെ. കൊമ്പുകളിൽ നിന്ന് ചോരയിറ്റി ചിരിക്കുന്ന കാളക്കൂറ്റന്മാരോട് കവികളും അരളിമരങ്ങളും പല കുറി ഇല പൊഴിക്കുന്നു, പല കുറി പുഷ്പിക്കുന്നു. മിന്നാമിനുങ്ങുകൾ അവർക്ക് ചുറ്റും കളിക്കുന്നു. കാറ്റുകൾ അവരെ തഴുകി നിൽക്കുന്നു. കുട്ടികൾ അവരുടെ തണലിൽ പൂപെറുക്കി മാല കോർക്കുന്നു. കല്ലെറിയുമ്പോഴും അവർ പൂക്കൾ താഴെ വീഴ്ത്തുന്നു. വസന്തത്തിൽ ഒരു ചിരിയോടെ, വേനലിൽ കണ്ണീരോടെ. ഇതാണ് 45 കൃത്യം 45 എന്ന് തന്നെ പറയാവുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ആദ്യത്തെ ആത്മകഥ. അന്ന് തന്നെ മനുഷ്യരെ എന്ന പോലെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെക്കാൾ താഴെ എന്ന് നാം തീർത്തും തെറ്റായി കരുതുന്ന മൃഗങ്ങളോടും മരങ്ങളോടും പുല്ലുകളോടുമൊക്കെയുള്ള എൻ്റെ സജീവമായ ബന്ധം കൂടി ഒരുപക്ഷെ അത്തരത്തിലൊരു കവിത കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ആത്മകഥയിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ മരങ്ങളോടും പശുക്കളോടുമൊക്കെ സംസാരിക്കുമായിരുന്നു. അമ്മയിൽ നിന്നാണ് ഞാൻ ഇവയോടൊക്കെ സംസാരിക്കാനുള്ള ഭാഷ പഠിച്ചത് എന്ന്. ഈ രീതിയിൽ ലോകത്തോട്, മനുഷ്യരോട്, ഭൂതത്തോട്, വർത്തമാനത്തോട്, ഭാവിയോട്, ചുറ്റുമുള്ള മൃഗജാലങ്ങളോട്, സസ്യജാലങ്ങളോട് ഒക്കെ തന്നെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കവി എന്ന് പറയുന്നത്. പുരുഷനെയല്ല, മനുഷ്യനെയാണ്. കവി എന്ന വാക്കും, ഞാനിപ്പോൾ കവയിത്രി വളരെ കാലമായിട്ട് പലരും ഇംഗ്ലീഷിലും അത് വാക്ക് പോയി, പോയറ്റസ് എന്നാരും പറയാറില്ല. മലയാളത്തിൽ ഞാൻ വളരെ മുമ്പേ അത് ഉപേക്ഷിച്ചു, കവി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ട് ഞാൻ നിരന്തരമായി എഴുതി എന്ന് ചോദിച്ചാൽ, എനിക്ക് സംസാരിക്കാൻ വേറെ ഭാഷയില്ലായിരുന്നു എന്നതാണ് സത്യം. എൻ്റെ അകവും പുറവും കാണിക്കാൻ, പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ചുള്ള
എൻ്റെ വിചാരങ്ങളോ ഭാവനകളോ ആവിഷ്കരിക്കാൻ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ഭാഷ കവിതയുടേതായിരുന്നു. ശരിയാണ്, ഞാൻ പലയിടങ്ങളിലേക്കും കവിതയിൽ നിന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. നിരൂപണത്തിലേക്ക്, പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളിലേക്ക്, രാഷ്ട്രീയവും സാമൂഹ്യവും എന്തിന് മതപരവും ആത്മീയവും പോലുമായ സിദ്ധാന്തങ്ങളിലേക്ക്. സമീപകാലത്ത് ഈ വയസ്സുകാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ കഥകളിലേക്ക്, കുട്ടിക്കവിതകളിലേക്ക് ഒക്കെ ഞാൻ യാത്ര ചെയ്ത് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ യാത്രകളുടെ എല്ലാം ആരംഭം, ഒരുപക്ഷെ അവസാനവും എൻ്റെ കവിതകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ അവിരാമം എന്ന ആത്മാഖ്യാനങ്ങൾ വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു കവി അഥവാ ഒരു എഴുത്തുകാരൻ, അത് എഴുത്തുകാരിയുമാകാം, എൻ്റെ കരുതൽ എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. എനിക്കും എൻ്റെ ജെൻഡറിനെ പറ്റി അത്ര ഉറപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കൊരു കാലത്തും ജെൻഡറിനെ കുറിച്ചൊരു തീർച്ചയുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം, ഫെമിനിസ്റ്റുകളെയൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും ഒരു സ്ത്രീയും എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ ഒരു പുരുഷനുമുണ്ട്. അവരെ നാം വേറെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആ തരത്തിലുള്ളൊരു ലിംഗവിഭജനം വളരെയധികം പ്രാഥമികവും ഒരുപക്ഷെ പ്രാകൃതവും ആയ ഒരു രീതിയാണ് എന്ന്. അങ്ങനെയല്ല, വാസ്തവത്തിൽ നമ്മുടെ മനസ്സുകൾ എവിടെയൊക്കെയോ ലിംഗാതീതമായി, മറ്റ് പല കാര്യങ്ങൾക്കും അതീതമായി എന്ന പോലെ നിരന്തരം യാത്ര ചെയ്യുന്നു. എനിക്കൊരു സ്ത്രീയെപ്പോലെ വികാരം കൊള്ളാനോ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയാവണം എന്ന് സങ്കല്പിക്കാനോ കഴിയും. ഒരു പുരുഷനെ പ്രണയിക്കുക എന്നാൽ എന്താണ്? അതിൻ്റെ ഒരു കവിത തന്നെ അങ്ങനെയുണ്ട്. ഒരു സ്ത്രീയെ പ്രണയിക്കുക എന്നാൽ എന്ന് പറഞ്ഞ് ഒരു പുരുഷനെ പ്രണയിക്കുക എന്നാൽ എന്താണ് എന്നുള്ള ഒരു കവിതയും എനിക്കൊരു പക്ഷേ എഴുതാൻ പറ്റിയേക്കും. അങ്ങനെ ഈ നാം ഉണ്ടാക്കി വച്ച എൻ്റെ സമീപകാലത്ത് ഒരു ലേഖനം, സാഹിത്യം ഒരു സമന്വയ കല എന്നതാണ്, കവിത ഒരു സമന്വയ കല എന്നതാണ്. അപ്പം നാം ഉണ്ടാക്കി വച്ച ഈ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ, മൃഗം, അല്ലെങ്കിൽ മൃഗം സസ്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭൂതം, വർത്തമാനം, ഭാവി, രണ്ടും പോരാഞ്ഞിട്ട് മൂന്ന് കാലങ്ങൾ, അതിനിടയ്ക്ക് വേറെ കാലങ്ങളും ഉണ്ട് നമുക്കറിയാവുന്നത്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലങ്ങളുണ്ട്. ഇങ്ങനെ നമ്മളതുപോലെ ഒരു സാമൂഹ്യമായ കല, വ്യക്തിഗതമായ കല, ഇങ്ങനെ അനേകം വിഭജനങ്ങൾ തൽപര കക്ഷികൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പക്ഷേ കലയിൽ ആത്യന്തികമായി അത്തരം വിഭജനങ്ങളൊന്നും നിലനിൽക്കുകയില്ല എന്നാണ് ഈ 60 വർഷമെങ്കിലുമായി എഴുതിയതിൻ്റെ അനുഭവം എന്നോട് പറയുന്നത്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി വിഭജിക്കാം, ഭാവം രൂപം എന്ന് വിഭജിക്കാം, അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധമായ കവിത, പ്രതിജ്ഞാബദ്ധമല്ലാത്ത കവിത എന്നൊക്കെ വിവരിക്കാം. പക്ഷേ കവിതയിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയം കാണാൻ കഴിയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകളിൽ, ഞാൻ തിരഞ്ഞെടുക്കുന്ന ആവിഷ്കാര രൂപങ്ങളിൽ, ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്രഭാഷണ വേദികളിൽ എവിടെയും നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയം കാണാം. അപ്പം അതുകൊണ്ട് ഇതിനെ ഒന്നും ആ തരത്തിലുള്ള വളരെ ലളിതമായ ഏകമാനമായ അർത്ഥത്തിൽ കാണാതിരിക്കുക. അവിരാമം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ, ആത്യന്തികമായി ദാർശനികം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ആ തരത്തിലുള്ള ഞാൻ ദാർശനിക ഔന്നത്യങ്ങളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ആത്യന്തികമായി എൻ്റെ കവിതകളും ഒന്നിച്ചു വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അതിലൂടെ ഞാൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മനുഷ്യരും പ്രകൃതിയും പ്രപഞ്ചവുമൊക്കെ ആയുള്ള ബന്ധത്തെക്കുറിച്ച്, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഒരു ചെറിയ ഗ്രഹത്തിലിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ്റെ അഹന്തയുടെ അർത്ഥശൂന്യതയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെ ഒരിക്കലും പൂർണ്ണമായി അറിയാൻ കഴിയാത്ത ശാസ്ത്രത്തിൻ്റെ പോലും അഹങ്കാരത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. കാരണം നാം ഒരുപാട് അറിഞ്ഞു, ഒരു ചെറിയ കണ്ടുപിടുത്തം വരുമ്പോഴേക്കും നാം ഒരുപാട് അറിഞ്ഞു എന്ന് അഹങ്കരിക്കുന്നുവെങ്കിലും നമുക്കറിയാം, നമുക്ക്
ഒരു സൗരയൂഥത്തിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന ഭൂമിയിലെ കാര്യങ്ങൾ പോലും ഇപ്പോഴും മുഴുവൻ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ അറിയാൻ കഴിയുമോ എന്നെനിക്ക് യാതൊരു തീർച്ചയുമില്ല. അതിനെ നമുക്ക് ദുർജ്ഞേയതയെന്നോ അജ്ഞേയതയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. നമുക്ക് മുഴുവനായി അറിയാൻ കഴിയാത്ത എന്തോ ഒന്ന്, ആ മുഴുവനായി അറിയാൻ കഴിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ ചെറിയ ചെറിയ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള വളരെ നിസ്സാരമായ യാത്രകൾ ആയിരുന്നിട്ടുണ്ട് എൻ്റെ ജീവിതം. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതവും എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഈ സ്വന്തം സർഗ പ്രപഞ്ചത്തെ കാണാൻ, പ്രപഞ്ചം വലിയ വാക്കാണ്, പ്രപഞ്ചത്തെ ഈ ഓരോ വാക്ക് പറയുമ്പോൾ ഞാനിപ്പോൾ വളരെ വളരെ കോൺഷ്യസ് ആണ്, വളരെ ബോധം പെട്ടെന്ന് തോന്നുന്നു അത്തരം വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഈ ചെറിയ സർഗ ഭൂപടത്തെ എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ ഒന്ന് വാസ്തവത്തിൽ ഇതിലൂടെ ഞാൻ ഈ അവതരിപ്പിക്കുന്ന ഈ സർഗ ഭൂപടം ഈ തരത്തിലുള്ള ഒരു വളരെ ചെറിയ മനുഷ്യൻ്റെ ചെറിയ ഭൂമിയിലെ ചെറിയ ചെറിയ അന്വേഷണങ്ങളുടെ ഒരു കഥ മാത്രമാണ്. അതിലേറെയൊന്നുമല്ല. ഏറ്റവും വലിയ എഴുത്തുകാരൻ്റെയോ ശാസ്ത്രജ്ഞൻ്റെയോ ആത്മകഥയും എന്നുകൂടി ഒരുപക്ഷെ എനിക്ക് ഇപ്പോൾ ചേർക്കേണ്ടി വരുന്നുവെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ വന്നുകൂടിയ എൻ്റെ സുഹൃത്തുക്കളായിരുന്നവരും ആയവരും ആകാൻ പോകുന്നവരുമായ എല്ലാവർക്കും, എൻ്റെ ഈ മുതിർന്ന സുഹൃത്തുക്കൾക്കും അങ്ങേയറ്റം ഉള്ള ആത്മാർത്ഥമായ കൃതജ്ഞത. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പുസ്തകം വായിക്കാൻ തോന്നുകയും അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായോ പ്രസാധകരുമായോ ബന്ധപ്പെടാം. ഇതൊരു പരസ്യമല്ല. ഇതിൽ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ അത് വായിച്ചേക്കാമെന്ന പ്രതീക്ഷയാണ് എല്ലാ എഴുത്തുകാരെയും ആത്യന്തികമായി എഴുതിക്കുന്നത്. അവനവൻ തന്നെ ആദ്യം വായിക്കുന്നു, ബോധ്യപ്പെട്ടാൽ ഓക്കെ, ഒരാൾ കൂടി വായിച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പിന്നെയും ബോധ്യപ്പെട്ടാൽ കുറച്ച് ആളുകൾ വായിച്ചതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ തരത്തിലുള്ള ചെറിയ ചെറിയ ലോകങ്ങളാണ് എല്ലാ എഴുത്തുകാരും നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിശ്ചയമായും കരുതുന്നു. ഞാനൊരു കൊച്ചു കവിത കൂടി വായിച്ച് അവസാനിപ്പിച്ചേക്കാം. ഇത്രയധികം വളരെ വളരെ ചെറുത്. അല്പം വരികളേ ഉള്ളൂ. വൃദ്ധബുദ്ധൻ. നിങ്ങൾക്കറിയാം, എൻ്റെ കവിതയെ വായിച്ചോ എല്ലാവർക്കും അറിയാം. ആദ്യം മുതലേ എൻ്റെ കവിതയിൽ നിറയെ ബുദ്ധനുണ്ട് എന്ന്. അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. അതൊന്നും അതിന് മൈത്രിയെയോ കരുണയെയോ ഉപേക്ഷയോ മുരിതത്തെ പറ്റിയൊന്നും പ്രഭാഷണം നടത്താൻ പോകുന്നില്ല. വൃദ്ധബുദ്ധൻ. വയസ്സാവുമ്പോൾ ഞാൻ എങ്ങനെയാണ് ബുദ്ധനെ കാണുന്നതെന്നാണ് ഒരുപക്ഷെ അതിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണം ഒരു ബുദ്ധൻ, നാട്ടുകാരൻ, സമകാലികൻ, 90 കഴിഞ്ഞവൻ, ആലില പോലെ വിറയ്ക്കുന്നവൻ, വീഴാൻ മാത്രം പഴുത്തവൻ, രാഹുലൻ്റെ അച്ഛാ എന്ന് വിളിച്ച് എൻ്റെ പ്രായക്കാർക്കും തോളിൽ കൈയിട്ട് നടക്കാവുന്നവൻ, ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി വൃദ്ധയായ യശോധരയുടെ നെറ്റിയിൽ ഉറക്കത്തിൽ ഒരു ഉമ്മ കൊടുക്കുന്നവൻ, എല്ലാ വിശപ്പുകളും കെടുത്തുവാൻ അടുപ്പ് കൂട്ടി അതിൽ തീയായി ആളുന്നവൻ, എല്ലാ വിശപ്പുകളും കെടുത്തുവാൻ അടുപ്പ് കൂട്ടി അതിൽ തീയായി ആളുന്നവൻ, കെടാത്തവൻ. നിങ്ങൾക്ക് നന്ദി. എൻ്റെ പങ്കാളിയും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവർ കൂടിയാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതം ഉണ്ടാക്കിയതും എൻ്റെ ഈ ആത്മകഥ ഒരർത്ഥത്തിൽ എഴുതിച്ചതും. അവർക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഒരേപോലെ തന്നെ എൻ്റെ സ്നേഹം പങ്കിടുന്നു. ഇത്തരത്തിലുള്ള അവസരങ്ങൾ എനിക്ക് വേണ്ടിയല്ല, മറ്റെല്ലാ എഴുത്തുകാർക്കും വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യും.